കൃപ ചെയ്തെങ്കിൽ മകനെ മകളെ നിന്റെ വീട്ടിനകത്ത് ഒരു ശവപ്പെട്ടി വരാതിരുന്നത്, ആദരാഞ്ജലികളുടെ ബോർഡിനകത്ത് നിന്റെ മുഖം കാണാതിരുന്നത്, മനോരമ പത്രത്തിനകത്ത് നാളെ ശവസംസ്കാരത്തിൻ്റെ ഫോട്ടോ കാണാതിരുന്നത്, ഇന്ന് രാത്രി നീ കിടന്നുറങ്ങിയ വീടിൻ്റെ മഹത്വമല്ല, നിന്നെ നോക്കിയ ഡോക്ടറിൻ്റെ വലുപ്പമല്ല, നീ സഞ്ചരിച്ച വാഹനത്തിൻ്റെ മഹത്വമല്ല, ഒരു ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിക്കാതിരുന്നത്, ഒരു കീമോതെറാപ്പി നിന്റെ ശരീരത്തിൽ കടക്കാതിരുന്നത്, ഒരു റേഡിയേഷൻ യൂണിറ്റിൽ RCCയിൽ നീ വീഴാതിരുന്നത്, കൊച്ചി ലേക്ഷോറിൽ സർജറിക്ക് വേണ്ടി നിന്നെ കടത്താതിരുന്നത്, ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് രാത്രി ആ കൃപ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷത്തിൽ കർത്താവ് എനിക്കൊരു നന്മ ചെയ്തെന്ന് ഇന്ന് രാത്രി അകത്തള തിളയ്ക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹാദൈവം ഇന്ന് രാത്രി വീരൻ ഇറങ്ങി വരുന്ന നിന്റെ പരാജയത്തിനല്ല, നീ പരാജയപ്പെട്ട സ്ഥാനത്ത് നിന്നെ ഉയർത്തുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൊയ്ത്ത് കാലത്തൊക്കെ ഈ യോർദാൻ തീരമെല്ലാം കവിയ്. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയാ യോർദാൻ. യോർദാൻ്റെ പക്കത്ത് ആര് കാൽച്ചവട്ടിയാലും എക്കലിനകത്ത് പൊതഞ്ഞ് മരണം വരിക്കും. എന്നാൽ മോശയ്ക്ക് ശേഷം സ്വർഗത്തിലെ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു, യോശുവ. അവനോട് പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അവൻ വചനം കേട്ടു, ദൈവജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നു, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, നാളെ യഹോവ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ ഒരു കൂട്ടം ദൈവത്തിന്റെ ദാസന്മാർ നിയമത്തിന്റെ പെട്ടകം തോളിൽ വഹിച്ചുകൊണ്ട് മരണനദിയായ യോർദാന്റെ മുൻപിലേക്ക് കടന്നപ്പോൾ അവരുടെ മുമ്പ് യോർദാനെ വിഭജിക്കുവാൻ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ഉപ്പുതറ 30ാമത് സെൻട്രൽ കൺവെൻഷനകത്ത് ഇന്ന് രാത്രി ആദരബലമെന്ന സ്വോത്രയാഗം ഇവിടെ സമർപ്പിക്കുവാൻ തുടങ്ങിയ കിലോമീറ്ററുകൾക്കപ്പുറത്ത് അത്ഭുതം പ്രവർത്തിക്കുക. ഇന്ന് രാത്രി മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാ. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. അവർ കാൽച്ചവട്ടിയത് യോർദാനിലെ, പക്ഷേ ഈജിപ്തിലെ അരാബായി ഉപ്പുവെള്ളത്തെ ചിറപോലെ കടത്തി തന്റെ ജനത്തെ മറുകര കടത്തിയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സഹോദരി, വേദനയോടെ ഇരിക്കുന്ന സഹോദര, നിനക്ക് വേണ്ടി പുതിയ വഴികളെ തുറക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നിന്റെ വായിൽ നിന്ന് പുകഴ്ചയുണ്ട്, ദൈവത്തിന്റെ സ്തോത്രശ്രുതികളുണ്ടെങ്കിൽ പരാജയത്തോടെ നീ മടങ്ങരുത്. ഇന്ന് രാത്രി വിടുതൽ തരുക. കരുത്തുറ്റ കരത്തിന്റെ വല്ലഭത്ത് ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. നീ ഞങ്ങൾക്ക് അധികാരം തന്ന നാമത്തിൽ 30ാമത് സെൻട്രൽ കൺവെൻഷനിൽ ഉപ്പുതറ പട്ടണത്തിനകത്ത് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞങ്ങൾ ഉയർത്തുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സന്ധ്യാവേളയ്ക്കായി സ്തോത്രം. ഒരു സന്ധ്യകൾ കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിലേക്ക് കടന്നു വരുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കരയുകയും ചെയ്തതിൻ്റെ നിവർത്തിയായി ഇന്ന് മുതൽ ആരംഭിക്കുന്ന സെൻട്രൽ കൺവെൻഷൻ ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ തരുന്നു. വന്ന എല്ലാ കുഞ്ഞുങ്ങളും യഹോവയാൽ ഇന്ന് രാത്രി കാക്കപ്പെടണം. വേദനയോടെ വന്നവർ ഇന്ന് രാത്രി വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്നവർ ഇന്ന് രാത്രി ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്നവർ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഒരു അന്ത്യകാലത്തിൻ്റെ വിശ്വസ്തമായ വചനം ഏറ്റെടുത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ വാർത്തെടുക്കുവാൻ ഈ സെൻറ്ററിന് തിരുക്കരങ്ങൾ തരുന്നു. ഇതിൻ്റെ പിൻപിലുള്ളവരെല്ലാം തിരുക്കരങ്ങൾ തരുന്നു. ശക്തമായ ദൂത് കേട്ട് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ പ്രത്യാശയോടെ ദൈവവചനത്തിൻ്റെ വയലിലേക്ക് ഇറങ്ങുക. 30ാമത് കൺവെൻഷൻ മുഖാന്തരമാകട്ടെ. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി എളിയവൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇന്ന് രാത്രി ഉയരണ്ട. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും ഒഴുക്കിയ ഞങ്ങളുടെ നാഥൻ്റെ നാമം മാത്രം ഈ സെൻട്രൽ കൺവെൻഷൻ ഉയരണം. ശബ്ദം വെളിച്ചം ഇതിന് പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കണം. വിടുതലോടെ ഇന്ന് രാത്രി കടത്തിവിടണം. എല്ലാ മകത്തും അപ്പച്ചന് കരയേറ്റുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. കരമുയർത്തിയോ ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോട് വായിച്ചത് 1 പത്രോസ് 4:7. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ബൈബിൾ 39, 27, 66, 1189 വാക്യങ്ങൾ, 31,273.
1189 അധ്യായങ്ങൾ, 31,271 വാക്യങ്ങൾ. അതിൻ്റെ നിറവിൽ പുതിയ നിയമം 5 തലങ്ങൾ: മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷത്തിൻ്റെ ഏടുകൾ, മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും, അപ്പോസ്തല പ്രവൃത്തികൾ, ലൂക്കോസ് വൈദ്യൻ, സഭയുടെ ചരിത്രം, പുതിയ നിയമസഭയോടുള്ള ലേഖനത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ, വലിയ ലേഖനം, റോമാലേഖനം, അതിനപ്പുറം കോരിന്ത്യർ, തിമത്തിയോസ്, തെസ്സലോനിക്കർ, മേഘപ്രത്യക്ഷത, ചെറിയ ലേഖനങ്ങൾ, പത്രോസ് ലീഗ, യാക്കോബ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസ്, യൂദ, ഇതൊക്കെ ലേഖനം. അവസാനത വിശുദ്ധ വെളിപ്പാട് പുസ്തകം. നാളെ അതിലേക്ക് കടക്കും. വായിച്ചത് 1 പത്രോസ് 4:7. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആ യുഗത്തിൻ്റെ നിവർത്തിയിൽ വിശുദ്ധ ബൈബിൾ 10 യുഗങ്ങൾ. 1-ാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം, 2-ാം യുഗം നിൽക്കൽമഷ യുഗം, 3-ാം യുഗം മനസാക്ഷി യുഗം, 4-ാം യുഗം ന്യായപ്രമാണ യുഗം, 5-ാം യുഗം സങ്കലന യുഗം, 6-ാം യുഗമായ കൃപായുഗം. സങ്കലനത്തിൻ്റെ യുഗത്തിൽ സ്നാപക യോഹന്നാൻ, അതിനോടൊപ്പം തന്നെ യേശു. സ്നാപക യോഹന്നാൻ കാലം മാറി. അതിനുശേഷം യേശു 30-ാമത്തെ വയസ്സിൽ മിനിസ്ട്രി ഏറ്റെടുക്കുന്നു. ആ കാലഘട്ടത്തിൽ ഒരരണ്ട പ്രഭാതത്തിൽ തെബര്യാസ് നദിക്കരയിലേക്ക് യേശു യാത്രയാകുന്നു. ഗന്നസരെ തടാകമെന്ന് ഒരിക്കൽ കൂടി വിളിക്കാം. അവിടത്തേക്ക് യാത്രയാകുമ്പോൾ നമ്മുടെ യേശു കർത്താവ് അവിടെ ചെല്ലുന്നു. കടലിനോടുള്ള ബന്ധത്തിൽ 4 യാമങ്ങൾ തൊട്ടുവെച്ച് വചനത്തിലേക്ക് വേഗത്തിൽ മടങ്ങാം. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന 6 മുതൽ 9 വരെ 1, 9 മുതൽ 12 വരെ 2, 12 മുതൽ 3 വരെ 3, 3 മുതൽ 6 വരെ 4-ാം യാമത്തിൽ കടലിലേക്ക് പോയ മുക്കുവ കുഞ്ഞുങ്ങൾ തങ്ങളുടെ വലകൾ വൃത്തിയാക്കി മത്സ്യത്തെ എല്ലാം പാക്ക് ചെയ്തെടുക്കുന്നത്. ആ സമയത്ത് യേശു അവിടെ ചെന്നപ്പോൾ പുരുഷാരം യേശുവിനെ കണ്ടു. വചനം കേൾക്കേണ്ടതിന് അവർ തിരക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ശീമോൻ പത്രോസിലുള്ള പടകിനകത്ത് യേശു കയറി. ആ പടകിനൊരു പ്രത്യേകതയുണ്ട്, ലൂക്കോസ് ഞാൻ തൊടുന്നില്ല. അവർ വല കഴുകുകയായിരുന്നു. നമ്പർ 1, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രത്യാശയോടെ നാളേക്ക് വേണ്ടി വല കഴുകി കാത്തിരിക്കുന്ന ഒരുവൻ്റെ പടകിലേക്ക് നാഥൻ കയറിയത്. തീർന്നില്ല. അവനോട് പറഞ്ഞ് അല്പം നീക്കണമെന്ന് പറഞ്ഞു. നീക്കി. യേശു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അവസാന ഭാഗമായപ്പോൾ ചോദിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രശ്നം എന്താ? അവർ പറഞ്ഞു, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എന്നാൽ അങ്ങയുടെ വാക്കിന് മുമ്പിൽ ഞങ്ങൾ വലയിറക്കാം. ദൈവവചനം ക്ലിയറായി മനസ്സിലാക്കണം. 1, ദേശത്താദ്യം രോഗശാന്തിയല്ല. 2, ഭൂതങ്ങളെ വിടുവിക്കുന്നതല്ല. 3, സുവിശേഷം. അതല്ല. ദ ഫസ്റ്റ് പ്രിഫറൻസ് വി വിൽ ഗീവ് ഫോർ ഗുഡ് ന്യൂസ്. സുവിശേഷത്തിന് വേണ്ടി ആദ്യം 1 വചനം, 2 അത് ഉൾക്കൊള്ളവൻ്റെ വിഷയം മറിഞ്ഞ് തമ്പുരാൻ പ്രവർത്തിച്ചു. അതാ അവിടെ കണ്ടത്. ആദ്യം ചെന്നിട്ട് പത്രോസിൻ്റെ പടകിൽ നിറയട്ടെ തൊടട്ടെ എന്നൊന്നും യേശു പറഞ്ഞില്ല. നിത്യജീവൻ്റെ മൊഴി കൊടുത്ത് കുഞ്ഞുങ്ങളുടെ വിഷയം അനുസരിച്ച് കാര്യം മനസ്സിലാക്കി. കടലിൻ്റെ ശാസ്ത്രമറിയാം. മുക്കോടുകുടലിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ പോലും അമ്പരന്ന് പോയി. പെരുത്ത മീൻകൂട്ടം വലയ്ക്കകത്ത് പിടിപെട്ടു. അത് കണ്ടപ്പോൾ പത്രോസിന് പിടികിട്ടി. സാധാരണ റബ്ബി താടി വെച്ച യഹൂദനും ഒന്നുമല്ല, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുവാൻ കഴിവുള്ളൊരു നല്ല കർത്താവ്. അപ്പം അവൻ മുട്ടുമടക്കി. അതിൻ്റെ പേരാ മാനസാന്തരം. പറഞ്ഞതിതാ, ഞാൻ പാപിയായ മനുഷ്യൻ. സത്യസന്ദേശം, ദൈവവചനത്തിൻ്റെ കാതലായ ഭാഗം ഒരു മനുഷ്യൻ്റെ ഉള്ളറകളിൽ കടന്നാൽ അവനെ മുട്ടുമടക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. എന്നെ വിട്ടു പോകണേ പത്രോസേ, നിന്റെ വല നിറയ്ക്കാനല്ല എൻ്റെ കർത്താവ് വന്നത്, നിന്നെ കൊണ്ടുപോകാനാ വന്നത്. സ്വോത്രം. അകത്തളങ്ങളിൽ തൊടുന്നില്ല ആ ഭാഗം. അത് കഴിഞ്ഞ് ശീമോൻ പത്രോസ് പടകും വലയും വിട്ട് അനുഗമിച്ചു. നമ്പർ 1. നമ്പർ 2, 5 അപ്പവും 2 മീനും 10,000-20,000 പേരെ പരിപോഷിച്ചു. കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അക്കരയിലേക്ക് പൊക്കോളാൻ. പോയ സമയത്ത് കടലിളകി. പലരും വിചാരിച്ച് ഇപ്പം തീരുവ. ചിലർ നിലവിളിച്ചു. കടലിന് മുകളിൽ കൂടെ യേശു, പിന്നെ കാഴ്ചപ്പാടില്ലാത്തവൻ പ്രേതം. അപ്പം പത്രോസിന് ഇച്ചിരി ഒരു വെളിപ്പാട്. അവനൊന്ന് ചാടി. പടകിൽ നിന്നൊരു വിചാരിച്ച മിക്കവാറും നാളെ ശവപ്പെട്ടി മേടിക്കാന്ന്. പക്ഷേ തമ്പുരാനെ കണ്ട് ചാടിയവന് മുക്കാൻ ദൈവം അനുവദിച്ചില്ല. അവനെ മാറോട് ചേർത്തു. ഉപ്പുതറയിൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ച അമ്മച്ചി, നീ നടുക്കടലിൽ മുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ സത്യവചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് നീ പരാജയമെന്ന് ആരൊക്കെ എഴുതി വച്ചാലും നീ വിശ്വാസത്താൽ വചനപ്രകാരം ദൈവസന്നിധിയിൽ ഇറങ്ങി വന്നെങ്കിൽ അതേ പടകിനകത്ത് മാനിക്കുവാൻ നസ്രയൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. തീർന്നില്ല. അത്ഭുതങ്ങളുടെ പരമ്പര. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് ശിഷ്യന്മാർ ചോദിച്ചു, മനുഷ്യപുത്രനെ ആർ?
ചിലർ പറഞ്ഞു ഇരമ്യാവ്, ഏലിയാവ്, മോശ എന്നെല്ലാം പറഞ്ഞു. ഈ പടകിൽ നിന്ന് ചാടിയ പത്രോസ് ഒറ്റയടിക്ക് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അത് തമ്പുരാൻ അങ്ങ് ഇഷ്ടപ്പെട്ട് ഉടനെ പറഞ്ഞു, കുടുംബത്തിൻ്റെ അഡ്രസ്സും പറഞ്ഞു, ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ലല്ലോ നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗത്തിലെ പിതാവത്രേ. അതുകൊണ്ട് വാഗ്ദത്തം പുറകെ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. യഥാർത്ഥ പാറ ക്രിസ്തു, ആഴത്തിൽ വെളിപ്പാട് കിട്ടിയ നീ പീറ്റർ ദ പീസ് ഓഫ് റോക്ക്, ഈ വിശ്വാസത്തിൻ്റെ ഒരു കഷണം മാത്രം നീ. അങ്ങനെ അവന് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ട്, നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ അടിക്കും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് കീ തന്നിരിക്കുന്നു. യേശു പറഞ്ഞു. അവൻ അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം യേശു കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു, മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. 50-ാം ദിവസം സിഹിയോൻ മാളിക മുറിയിൽ 120 എണ്ണത്തിൻ്റെ നടുവിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും യോവേലിൻ്റെ കൊച്ചു പ്രവചനത്തിൻ്റെ നിവർത്തി പ്രകാരം അതേ പത്രോസിനെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം വചനം പ്രസംഗിപ്പാനിടയാക്കി. ഇന്ന് രാത്രി നിന്റെ ദർശനത്തിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്, നിന്റെ കണ്ണുനീരിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. പ്രോമിസ് പറഞ്ഞവൻ വാക്കു മാറുന്നവനല്ല. 120 നടുവിനകത്ത് പടകിൽ നിന്ന് ചാടിയ പത്രോസിന് പടകും വലയും വിട്ട് അനുഗമിച്ചവന്, സ്വർഗത്തിന്റെ കാഴ്ചപ്പാട് കിട്ടിയവനെ ഉയർത്തുവാൻ ആ കരം സിഹിയോൻ മാളിക മുറിയിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഉപ്പ് കണ്ടത്തിറങ്ങിയ അപ്പച്ച അമ്മച്ചി ആ കരം തളർന്ന കരമല്ല. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുക, നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുക, നിനക്കെതിരെ അപവാദം പറഞ്ഞവരുടെ നടുവ് പൊന്നുപോലെ ഉയർത്തുക. ഇന്ന് രാത്രി പത്രോസിന്റെ പിൻപിൽ പ്രവർത്തിച്ച കരം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. ആ പത്രോസ് ലീഗ AD 66 എഴുതിയ ലേഖനമാ പത്രോസിന്റെ ലേഖനം. 8 അധ്യായങ്ങൾ, 166 വാക്യങ്ങൾ. അധ്യായം 1 ലേഖനം, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. 2 അടുത്തതിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. 3 നോഹയുടെ പെട്ടകം. 4 എല്ലാറ്റിൻ്റെയും അവസാനം. 5 അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നാൽ തക്ക സമയത്ത് ഉയർത്തും. വീണ്ടും 2-ാമത്തെ ലേഖന പരമ്പര. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഇന്നതെന്നറിഞ്ഞ് ദൈവസന്നിധിയിൽ മടങ്ങുക. വീണ്ടും ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 2-ാം ലേഖനം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സ്വന്തം മോഹങ്ങൾക്കത്ത പരിഹാസികൾ ദൈവസഭയിൽ എഴുന്നേൽക്കും. പത്രോസ്ലീഹ. 3 കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. അന്ന് ആകാശ ഭൂമി കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, സകല മൂലപദാർത്ഥം കത്തും, ആറ്റം ഡിസ്പോസ്. അതുവരെ മുക്കുവക്കുടിൽ ജനിച്ചു വളർന്നവനെ കൊണ്ട് സയൻസ് വരെ എഴുതുവാൻ കൃപ കൊടുത്തു. അതാ നാം ആരാധിക്കുന്ന ദൈവം. നിന്നെ വഴിയരികിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. കറുത്ത പുസ്തകമെടുത്ത് ദൈവത്തിൻ്റെ വചനമേറി ഹൈറേഞ്ചിൻ്റെ പട്ടണത്തിൽ ഇറങ്ങിയാൽ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നിന്റെ ബുദ്ധിയുടെ മണ്ഡലങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ ടെക്നോളജി പകരുവാൻ കരുത്തുറ്റൊരു ദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ന് രാത്രി ഞാനിത് പറയുന്നത്? എല്ലാറ്റിൻ്റെയും അവസാനം ഈ വാക്യം എടുത്തതിൻ്റെ പിൻപിൽ തന്നെ അറിയാം. ഇന്ന് രാത്രി ഉലകം തീരാൻ പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം തൊട്ടുവെച്ചുകൊണ്ട്, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. തീർന്നില്ല. ഞാൻ ക്രിസ്തു. അപ്പുറത്തേക്ക് 4 മറുപടി. അതിനെ ബേസ് ചെയ്താൽ ഇന്നും നാളെ ആ മറുപടിയുടെ നിവർത്തി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. ഇസ്രായേൽ അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ വരാൻ പോകുന്നു ഏകലോക ഭരണം. തീർന്നില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ഏകലോക മതം. 4 ലക്ഷണങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം. 1 യഹൂദ ലക്ഷണം, 2 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം, 3 പ്രപഞ്ച ലക്ഷണം, 4 മാർഗലക്ഷണം. എന്തുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് ഞാനിത് പറയുന്നു? ദാ വരുന്നു ഏക ലോക ഭരണം, 1 വേ വേൾഡ് ഓർഡർ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തുന്നു. അതുകൊണ്ട് LIC, IDBI, BPCL, മാളുകൾ എല്ലാം വരാൻ പോകുന്നു. പണ്ടിത് പറഞ്ഞാൽ ലേക്കിയല്ല. അങ്ങനെയെങ്കിൽ ലോകം ഒരു ഭരണാധികാരിയെ കാത്തിരിക്കുന്നു. മൊത്തം പറഞ്ഞാൽ 40 രാത്രി 30 നിന്നാലും നിൽക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഒരു ഭരണാധികാരി വരുന്നതിൻ്റെ പിൻപിൽ 3 കാര്യങ്ങൾ ഇന്ന് രാത്രി തൊട്ടുവെക്കാം. ഒരു ഭരണാധികാരി ഇന്ത്യയിൽ ആദ്യം വന്നാൽ എന്ത് ചെയ്യും? ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. തൊടുന്നില്ല ദാനിയേൽ. 2 അവൻ്റെ മിലിറ്ററി പെർഫോം ചെയ്യും. ഇനിയുള്ള കാര്യങ്ങൾ സ്പീഡിലല്ല, ശ്രദ്ധയോടെ. എന്താ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇന്ന് കട്ടപ്പനയിൽ ഒരു പരിപാടിക്ക് വരണമെങ്കിൽ നേരെ ഒരു പ്ലെയിൻ എടുത്ത് എറണാകുളത്ത് നിന്ന് കട്ടപ്പനയിലേക്ക് ഹെലികോപ്റ്റർ വഴി വരത്തില്ല. അദ്ദേഹം എങ്ങനെ വരും? മാസങ്ങൾക്ക് മുമ്പ് പ്രോഗ്രാം. DGP, രാജ്ഭവൻ, മുഖ്യമന്ത്രി, ഗവർണർ, ഈ ഇടുക്കി പോലീസ് അധികാരികൾ, RO, IB, ഇന്റലിജൻസ് എല്ലാം വന്നതിന് ശേഷമേ ഇന്ത്യൻ പ്രധാനമന്ത്രി വരത്തോളൂ.
നമ്പർ 1, ഒരു ലോക നേതാവ് ഭരണത്തിലെത്തണമെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മിലിറ്ററി പെർഫോം ചെയ്യും. 2, നമ്മുടെ ഉപ്പുതറ പട്ടണത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ സഖാവ് പിണറായി വിജയൻ നാളെ വൈകിട്ട് എത്തണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് 1-ാം നമ്പർ കാറെടുത്ത് പുള്ളി ഇവിടെ വരത്തില്ല. വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് പ്രോഗ്രാം, ഷാഡോ പോലീസ്, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ കാറ്റഗറി, ഇടുക്കി SP, ക്യൂ ബ്രാഞ്ച്, അവിടുത്തെ മന്ത്രി എല്ലാവരും അറിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതിന് നിതാന്തമായി ഉലകത്തിൽ വരാൻ പോകുന്ന ഏകലോക ഭരണത്തിൻ്റെ നിതാന്തമായി ഒരു മിലിറ്ററി എഴുന്നേറ്റ് വരുന്നു. കേരളം വരെ അത് എത്തിക്കഴിഞ്ഞു. വാഗമണുമായി വരെ അതിന് ബന്ധമുണ്ട്. അങ്ങനെ ഒരു മിലിറ്ററി ഉലകത്തിനകത്ത്. എന്താ മിലിറ്ററി? ശ്രദ്ധയോടെ പറയാം. നമ്മുടെ ഇന്ത്യയിൽ കരസേനയുടെ നാവിക റാലി, കരസേനയുടെ റാലി നടക്കുന്നു. കട്ടപ്പന ഒരു കോളേജ് ഗ്രൗണ്ടിൽ വെച്ച പരിപാടി. ഇവിടുന്ന് നമ്മുടെ 2-3 കുഞ്ഞുങ്ങൾ പോകുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. ചെറുപ്പക്കാരാ, 12 പാസ്സായതാ, മെട്രിക്കുലേഷൻ. അവിടെ ചെല്ലുമ്പോൾ ഹവീൽദാർ അവിടെ നിൽക്കും, ചോദിക്കും, ബേട്ട സർട്ടിഫിക്കറ്റ് ദേവോ ആപ് ലോഗ് അന്തർ ജാവോ. അതിൻ്റെ പുറകെ നമ്മുടെ മൂന്നാർ ടൗണിൽ ചായ കുടിക്കുന്ന 2 ബംഗ്ലാദേശുകാർ, അവന്മാരും 12ാം ക്ലാസ് പാസ്സായതാ, ബംഗ്ലാദേശ് സർട്ടിഫിക്കറ്റ്. അവരുമായിട്ട് അവിടേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഹവീൽദാർ ചോദിക്കും സർട്ടിഫിക്കറ്റ്. അവൻ ബംഗ്ലാദേശിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കും. അപ്പോൾ പറയും, കുഞ്ഞെ ഇന്ത്യ കാ മിലിറ്ററി ആപ്കാ സർട്ടിഫിക്കറ്റ് ബംഗ്ലാദേശ് ബാഹർ ജാവോ. അങ്ങനെയെങ്കിൽ ഇന്ന് IS-നകത്താരെ? ശ്രദ്ധയോടെ ഇരിക്കണം. മുഴുവൻ വാർത്താ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നു. നമ്പർ 1, പാലക്കാട്ടുകാരി മെറിൻ ജേക്കബ്, കൊച്ചി പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപിക, ഇന്ന് അഫ്ഗാൻ ജയിലിൽ. 2, തൊട്ടടുത്ത് കാഞ്ഞിരപ്പള്ളിക്കാരി സിൽവിയ തോമസ്. 3, മണക്കാട് നിമീഷ ഫാത്തിമ. 4, കാസർഗോഡുകാരൻ അബ്ദുൾ റഷീദ്. തീർന്നില്ല. 5, തൃക്കരിപ്പൂരുകാരൻ ചെറുപ്പക്കാരൻ. 6, ഉത്തർപ്രദേശുകാരൻ മുജാഹിദ്. 7, സൗദിക്കാരൻ അറബി. 2, 8, ലണ്ടൻകാരി പെൺകുട്ടി സ്റ്റാൻലി ജോൺസ്. 9, അമേരിക്കക്കാരൻ ജിഹാദി ജോൺ. നോഗയുടെ പെട്ടകത്തിൽ കയറിയോലെ ഒരു മിലിറ്ററിക്കകത്ത് ഉലകം മുഴുവൻ. ഇന്ന് കേരളമൊക്കെ 5-6 കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ബൈബിളിലുണ്ടോ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പിട്ട് അവൻ്റെ മിലിറ്ററി ലോകത്തിൽ വരും? മുഴുവൻ പ്രവചനം വായിക്കും. ഇങ്ങനെ ഒരു മിലിറ്ററി ലോകത്തിൽ വരുമോ? ദാനിയേൽ 9, 25, 26 വാക്യങ്ങൾ ദൈവദാസൻ വായിക്കുന്നതെല്ലാം ദയവീത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരിക്കൽ കൂടി താഴ്മയോടെ പറയുന്നു, അതെല്ലാം നോട്ട് ചെയ്യണം. വായിക്കാം. ദാനിയേൽ 9, 25, 26 വാക്യങ്ങൾ, പ്രവചനം മുഴുവൻ വായിച്ചാട്ടെ. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളുന്നാൽ, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഇസ്രയേലിന്റെ മടങ്ങി വരവ 70 ആഴ്ചവട്ടം. ശ്രദ്ധയോടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ ഭീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടാറ്. പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം പത്മോസിൽ യോഹന്നാൻ 22. പഴയ നിയമത്തിലെ വെളിപ്പാട് ബാബേൽ പ്രവാസം ദാനിയേൽ 12. ദൈവദാസന്മാർ ദൈവസഭയിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ദാനിയേൽ പഠിപ്പിക്കണം. അനുഗ്രഹിക്കപ്പെട്ട പ്രവചനങ്ങളാണ്. അധ്യായം 1, ഇറാഖിലെത്തുന്ന അടിമബാലനായ ദാനിയേൽ. 2, നെബൂഖദ്നേസറിന്റെ സ്വപ്നം വെളിപ്പെടുത്തുന്നു. 3, ദുരാസു സമഭൂമിയിൽ ഒരു സമബിംബം. 4, നെബൂഖദ്നേസർ മത്സരിക്കുമ്പോൾ അവനെ വെട്ടിക്കളയുന്നു, മഗതിയാം ബാബിലോണിന്റെ ആദ്യത്തെ ശിക്ഷ. 5, ഇതേ ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ. 6, അവന്റെ മോൻ ബേൽഷസർ രാത്രി കള്ളു കുടിച്ചു മേനെ തെക്കേ ഉർവസിൽ അവനെയും തട്ടി. 7, മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റ്, ലോകഭരണം. 8, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് ഉഗ്രഭാവവും ഒരു ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും, ആന്റി ക്രൈസ്റ്റ്. 9, ദാനിയേൽ ആരാന്നറിയാമോ? ഇറാഖിലെ ചീഫ് സെക്രട്ടറി, കൊടിവച്ച കാരണകത്ത് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന പുള്ളിക്കാരൻ തൻ്റെ ജനത്തിന് വേണ്ടി ചാക്കിനകത്ത് ഉപവസിക്കുന്നത് 9-ാം അധ്യായം. വല്ലവർക്കും അറിയാമോ? ഇരിക്കുന്നത് പഴയ പ്രവചനം, ഇരമ്യാവിൻ്റെ പ്രവചനം എടുത്ത് ദൈവസന്നിധി വായിച്ചുകൊണ്ടിരിക്കുക. അതേ കാര്യം. അപ്പം ഭക്തനായ മനുഷ്യനെ ഒന്ന് നോക്ക്. ഇറാഖിൻ്റെ ചീഫ് സെക്രട്ടറി കൊടിവച്ച കാരണകത്തുള്ള പുള്ളി ചാക്കിനകത്ത് ഉപവസിക്കുന്നു. സ്വോത്രം. നിങ്ങളെ തൊടുന്നില്ല, നിങ്ങൾ പാവപ്പെട്ട ദൈവമക്കൾ. ഞങ്ങളെപ്പോലുള്ള കൺവെൻഷൻ പ്രാസംഗികർക്ക് കുറേ വേദി, ഒരു വണ്ടിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ കണ്ടാൽ കൈ കൊടുക്കും. വണ്ടി ഇരുന്നാലും കണ്ണടച്ചിരിക്കും, എവിടെ ഇരുന്നാലും കണ്ണടച്ച്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കയ്യരാത്തും വയ്യാത്തതുകൊണ്ട് കണ്ണടച്ചിരിക്കും. സ്വോത്രം. തീർന്നില്ല. പാസ്റ്റർ മൂത്ത് സെൻട്രൽ പാസ്റ്ററായ പിന്നെ അത് കിട്ടുമോ? ഇല്ല. കുഞ്ഞുങ്ങളെ, നാം ഏത് നിലയിൽ ചെന്നാലും, ഏത് ഉയരങ്ങളിൽ ചെന്നാലും, കളക്ടറായാലും ഗവർണറായാലും നിങ്ങളെ ആത്മീയത്തിൽ വഴി നടത്തിയവരെ നിങ്ങൾ മറക്കരുത്.
അടിമമാല ഇറാഖിലെത്തിയ ദാനിയേൽ ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആയപ്പോഴും അവൻ വന്ന വഴി മറന്നില്ല. തൻ്റെ ജനത്തിന് വേണ്ടി പായ്ക്കകത്ത് ഉപവസിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യന് അവിടെ കാണുന്നുവെങ്കിൽ ഉപ്പുതറ സെൻട്രലിലെ കുഞ്ഞുങ്ങളോട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞാൻ പറയാം, പണ്ടത്തെ പോലൊരു ശുഭകാലം നമ്മുടെ സഭകളിൽ വരട്ടെ. പണ്ടത്തെ പോലൊരു ആത്മീയത നമ്മുടെ സെൻറ്ററുകളിൽ വരട്ടെ. പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ഇടിവിൽ നിൽക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ഉപവസിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ദൈവസഭയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. അടുത്തത് വായിക്കാം. അടുത്ത വായിച്ചോട്ടെ പാസ്റ്റർ. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ ആര്? യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാനാൽ യേശു സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. കാൽവറിയിലെ പരമയാഗം പഴയ നിയമത്തിൽ നല്ലതുപോലെയുണ്ട്, നിഴലായി. ഇന്ന് വേദനയോടെ പറയാം, ചില ദൈവസഭകളിലും ചില കള്ളന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പഴയത് വേണ്ടെന്ന്. ദൈവനാമത്തിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂട്ടുവേലക്കാരോട് ചങ്കത്ത് കൈവച്ച് പറയും, ഇവരെ ആരെ സഭയെ കയറ്റല്ലേ, ഇതൊന്നും ശരിയല്ല. അടുത്തത് വായിക്കാം. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അടുത്തത് ആരുമില്ലെന്ന് വരും. തൊട്ടടുത്ത CSI പള്ളികളൊക്കെ ഇഷ്ടം പോലില്ലേ, അല്ലേ? കത്തോലിക്ക പള്ളി അവിടെയൊക്കെ പോയവർക്കറിയാം ഈ ക്രൂശിലെ 7 മൊഴികൾ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ബാക്കി മിണ്ടുന്നില്ല. കൈവിട്ടതെന്ത്? അപ്പം തിന്നവർ, അത്ഭുതം കണ്ടവർ, അതിശയം കിട്ടിയവർ, ഇന്നോവ കിട്ടിയവർ, ക്യാൻസർ മാറിയവർ. ആരെങ്കിലും ഉണ്ടായിരുന്നോ ക്രൂശിൻ്റെ ചവിട്ടി? അയ്യോ, ഒന്നുമില്ല. സ്വോത്രം. നമ്മുടെ സഭയിലൊക്കെ ചില അമ്മാമ്മമാർ വരത്തില്ല, പാസ്റ്ററെ ഞാൻ പ്രശ്നത്തില്ല, എൻ്റെ മോനൊരു അഡ്മിഷൻ, മോക്കൊരു കല്യാണം, സഭ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. സ്വോത്രം. കരം കോർത്ത് പിടി, ഇടിവിൽ നിന്ന് പ്രാർത്ഥന. സ്വോത്രം. അവസാനം മോടെ കല്യാണവും കടന്ന് മോന് ഗൾഫിലെ വിസയും കിട്ടി. അമ്മാമ്മ പരിധിക്ക് പുറത്ത് പിന്നെ കാണാനില്ല. സ്വോത്രം. 8 മാസം കഴിയുമ്പോൾ നെഞ്ചുവേദനയായിട്ട് വരും. അതുപോലെ അപ്പം തിന്നവരും ഇല്ല, അത്ഭുതം കണ്ടവരും ഇല്ല, അതിശയം ചെയ്തവരും ഒരു കുഞ്ഞുങ്ങൾ ക്രൂശിൻ്റെ ചവിട്ടിൽ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അടുത്തത് ബാക്ക് the one world military IS വായിക്കാം. അടുത്ത വാക്യം. വരുവാനിരിക്കുന്ന പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ജനം പടക. അടുത്തത് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. പള്ളിക്ക് ബോംബ് വെക്കും, ടൗണിന് ബോംബ് വെക്കും, മുഴുവൻ. സംശയം ഉണ്ടെങ്കിൽ മീഡിയയിൽ കൂടെ കാണുന്നുണ്ട്. ഇതൊക്കെ പ്രസംഗിക്കും പലർക്കും പല ദുഃഖവും വരും. മുഴുവൻ റിപ്പോർട്ടില്ലാതെ ഞാൻ പ്രസംഗിക്കത്തില്ല. കേരള പോലീസിന്റെ റിപ്പോർട്ടുകൾ ആദ്യം. IS കേരളത്തിൽ 11 പേർ. കേരള പോലീസ്. തീർന്നില്ല. ധാക്ക മരണം 126. IS തീർന്നില്ല. അടുത്തത് നിർണായകം. കിടക്കുന്നു. തുർക്കി മരണം 100-ൽ പരം. IS വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. കാബൂൾ രക്തക്കളം. IS വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ദാനിയേലിന്റെ പ്രവചനം. ഫ്രാൻസ് maybe 84 people die in the morning. ഫ്രാൻസ് നാഷണൽ ഡേ. തീർന്നില്ല. സൗദി അറേബ്യ കിടക്കുന്നു. 2 കുഞ്ഞുങ്ങൾ IS-ൽ ചേർന്നു. അമ്മ വഴക്ക് പറഞ്ഞു. അമ്മയുടെ കഴുത്തറത്ത് മാറ്റി. നിമ്രോദിന്റെ തലമുറ, ഇറാഖിലെ നായാട്ടുവീരൻ, അവന്റെ കൊച്ചുമക്കൾ IS സൗദിയിൽ. തീർന്നില്ല. അടുത്തത് ക്രൈസ്തവരെ കുറിച്ചുള്ള IS ലിസ്റ്റ് പുറത്ത്. 13,000 അച്ഛന്മാർ, തിരുമേനിമാർ, പട്ടക്കാർ, പാസ്റ്റർമാർ എല്ലാവരെയും കൊല്ലുവാൻ അവർ ടാർഗറ്റ് വെച്ചു. 13,000. അതിലൊരച്ഛനെ ഈ ദിവസങ്ങളിൽ ഇവർ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. അറിയാമോ? ഫാദർ ടോം ഉഴുന്നാൽ. അങ്ങനെ വല്ലവരും വായിച്ചായിരുന്നു? ശബ്ദമൊന്നും വരുന്നില്ല. സ്വോത്രം. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം. സ്വോത്രം. അങ്ങനെയെങ്കിൽ ആ അച്ഛൻ അകത്ത് കിടന്നു. മസ്കറ്റിൽ ഒരു നല്ല ഷേക്ക്, ഇന്ത്യയിൽ നല്ല ഒരു മന്ത്രി ഉണ്ടായിരുന്നു, സുഷമ സ്വരാജ്. അവർ കരം കൊടുത്തു. നേരെ പോയി അച്ഛനെ പൊന്നുപോലെ കൊണ്ടുവന്നു. നല്ല മന്ത്രി നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറയണം. അതുപോലെ ഇപ്പം കേരളത്തിൽ നല്ലൊരു മന്ത്രിയുണ്ട്, സഹോദരി ശൈലജ ടീച്ചർ. നിപ്പ വന്നപ്പോൾ ഡോക്ടർക്ക് പേടി, സിസ്റ്റർക്ക് പേടി. ശൈലജ ടീച്ചർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ഒരു മാസ്കും വെച്ച് ഒറ്റ ചാട്ടം ലാൽസലാ സഖാക്കളെ നിപ്പയെ അടിച്ച് പുറത്ത് കളഞ്ഞു. സ്വോത്രം. കൈയിട്ട് വാരിയവൻ കണക്ക് കൊടുക്കും. പാലാരിവട്ടംകാരൻ അടുത്ത 15 ദിവസത്തിനൊക്കെ അകത്ത് പോകും. സ്വോത്രം. പൊറേ ശിവകുമാരൻ പോകും. സ്വോത്രം. ഇതെല്ലാം നിങ്ങൾ മനസ്സിലായിക്കോണം. കണ്ടോ? നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം. സ്തോത്രം. തീർന്നില്ല. അങ്ങനെയെങ്കിൽ ഫാദർ ടോം ഉഴുന്നാൽ IS-ന്റെ കസ്റ്റഡിയിൽ ഇന്ന് പലരും. തീർന്നില്ല. ബ്രിട്ടനിൽ വീണ്ടും ഭീകരാക്രമണം. IS വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. എന്തുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും ശ്രീ MM മണി സാറും ഒക്കെ 5-6 മുഖ്യ സൂത്രധാരന്മാർ കേരളത്തിൽ. IS തീരാൻ പോകുന്നു. തീർന്നില്ല. ADGP മനോജ് എബ്രഹാം തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് IS-ൽ ചേർന്ന മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചു. കിടക്കുന്നു. മലയാളി IS-നകത്ത്. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. എത്ര ക്ലിയർ! അമേരിക്ക എന്താ
ബാപ്റ്റിസ്റ്റ് ചർച്ച് 52 പേർ, 27 പേരെയും വെടിവെച്ചു കൊന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അമേരിക്കയിലുണ്ടെങ്കിൽ ലാസ് വേഗസ് ഗാംബ്ലിംഗ് ക്ലബ് 57 പേര് ഒരു ചെറുപ്പക്കാരൻ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്നു. സകല പട്ടണത്തിൽ കഴിഞ്ഞ ആഴ്ച മാലിദ്വീപ്, കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ഈസ്റ്റർ ദിനം ശ്രീലങ്ക, അടുത്ത വാക്യത്തിലേക്ക് കടന്നാൽ അതിനുമപ്പുറം കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയ, വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. ഇടുക്കിയിലൊന്നും പ്രശ്നമില്ല. കാസർഗോഡ് കൺവെൻഷൻ വേണം. IPCയുടെ കൺവെൻഷൻ സ്ഥിരം പ്രസംഗിച്ച ജോയിപ്പോൾ ബന്തെടുക്ക കരിവേടകം ചെറുവത്തൂർ. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, പല വീടും അടച്ചിട്ടിരിക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ പാസ്റ്റർ അവരെല്ലാം പോയി, വീടും പൂട്ടി. ആരൊക്കെ എങ്ങനെ പോയി, എവിടൊക്കെ പോയെന്നറിയത്തില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തതാ നിർണായകം. എത്ര പേരിവിടുന്ന് പോയി. റാന്നിന്നൊരു പെങ്കൊച്ചു പോയി, പത്രം വായിച്ചവർക്കറിയാം. ജസ്ന, വല്ലവർക്കും അറിയാമോ പുള്ളിക്കാരി എവിടാന്ന്? മിണ്ടത്തില്ല. മിണ്ടിയ കാര്യങ്ങൾ മാറി മറിയും. സ്വോത്രം. എത്ര പേര് പോയിട്ടുണ്ടെന്നറിയത്തില്ല. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം. എന്തുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കളിക്കവളയിൽ ഈ ദിവസങ്ങൾ കണ്ടില്ലേ, ഒരു ASI പട്ടാപ്പകൽ വെടിവെച്ച് കൊന്നു. പോലീസ് അവിടെ നിൽക്കട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇന്നേക്ക് ചില ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ഒരാക്രമണം. കഴിഞ്ഞ ഈസ്റ്റർ ദിനം എത്ര പേർ മരിച്ചു? കത്തോലിക് ചർച്ചിൽ 300 പേർ, ഹോട്ടലിൽ 100 പേർ, 400. ആ അന്വേഷണം എവിടേക്ക് വന്നെന്നറിയാമോ? കേരളത്തിലേക്ക്. ഏറ്റവും നല്ല പൈസക്കാർ അതിൻ്റെ പിൻപിൽ. പാലക്കാട്. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു, പെർഫ്യൂംകാരൻ. അവനെ കൊണ്ടുവന്ന് ക്യൂ ബ്രാഞ്ച് കൊച്ചിയിൽ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞ കാര്യം കേട്ട് ജനം ഞെട്ടി. കേൾക്കണം. അവ പറഞ്ഞതാ, 2019 ജനുവരിയിൽ എന്താ കൊച്ചി മറൈൻ ഡ്രൈവിൽ പുതുവർഷത്തിൽ പാപ്പാഞ്ചി കത്തിക്കുമ്പോൾ 3 ചാവേറുകളെ ഞങ്ങൾ ശരിയാക്കിയതാ. പക്ഷെ കടൽ വഴി ഡിറ്റണേറ്റർ എത്തിയില്ല, അല്ലെങ്കിൽ കൊച്ചിയിൽ ആയിരങ്ങൾ മരിച്ചേനെ. അവനിപ്പോൾ കസ്റ്റഡിക്കകത്ത്. എത്രയോ രാത്രികൾ ഞാൻ കൊച്ചിയിൽ പ്രസംഗിച്ചതാ. കഴിഞ്ഞ ആഗസ്റ്റിൽ വീണ്ടും പോയി, കഴിഞ്ഞ ദിവസങ്ങളിൽ തോപ്പുംപടി എല്ലാം പ്രസംഗിക്കാൻ പോയപ്പോൾ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എൻ്റെ സാറ് ഇവിടം വരെ IS-ന്റെ മിലിറ്ററി എത്തി, കൊച്ചിയിൽ വരെ വേരുകൾ. ഞാൻ അവരോട് പറഞ്ഞു, നോഹയോട് ദൈവം ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. പെട്ടകത്തിന്റെ പ്രിന്റ് കൊടുത്ത് കാശും കൊടുത്തു. കുറ്റിയിട്ടത് നോഹയല്ല.